കൂടുമാ മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ. മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ. തളരുന്ന നേരം കരുത്തേകുവാൻ പാതയമായി പൊഴിയും ദൈവസ്നേഹത്തിൻ ജീവാമൃതം. ആത്മയുഗത്തിൻ കൃപയായൊഴുകും. അൾത്താരയിൽ മുറിഞ്ഞു പകരും. ആത്മയുഗത്തിൻ കൃപയായൊഴുകും. വിശ്വസ്നേഹത്തിൻ്റെ അമൃതം. എല്ലാവരെയും സ്നേഹപൂർവ്വം മന്നായുടെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായം 22-ാം തിരുവചനം. ജസ്സയുടെ പുത്രനായ ദാവീദിൽ എൻ്റെ ഹൃദയത്തിനിണങ്ങിയ ഒരു മനുഷ്യനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. ദൈവം വിശുദ്ധ ബൈബിളിൽ ഒരാളെക്കുറിച്ച് മാത്രമാണ് ഇങ്ങനെ എൻ്റെ ഹൃദയത്തോട് ചേർന്നിരിക്കുന്ന വ്യക്തിയെന്ന് പറഞ്ഞിരിക്കുന്നത്. അത് ദാവീദിനെ കുറിച്ചാണ്. നമുക്കറിയാം, വിശുദ്ധ ബൈബിളിൽ ദാവീദിനെ കുറിച്ച്, ആട്ടിടയനായിരുന്ന ദാവീദ് ഇസ്രായേലിൻ്റെ 2ാമത്തെ രാജാവായിട്ട് മാറിയ, പാപത്തിൽ വീണുപോയിട്ടും ഹൃദയം കൊണ്ട് അനുതപിച്ച് പിന്നീട് കർത്താവിന് മാത്രം ജീവിതം സമർപ്പിച്ച് കർത്താവിൽ മാത്രം ആശ്രയിച്ച് ജീവിച്ച ദാവീദ് രാജാവ്. ആ ദാവീദ് രാജാവിൻ്റെ ജീവിതത്തിലെ ദൈവ കൃപകൾ, ദൈവം കൊടുത്തിരുന്ന ചില അഭിഷേകം, അത് നമ്മളുടെയൊക്കെ ജീവിതത്തിൽ പകർത്തേണ്ടതായിട്ടുണ്ട്. നമ്മളിന്ന് ഒരുമിച്ച് ദാവീദിലുണ്ടായിരുന്ന ആ ഗുണങ്ങളെക്കുറിച്ചും നമ്മുടെയൊക്കെ ജീവിതത്തിൽ അത് പകർത്തേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുകയാണ്. എല്ലാവരെയും സ്നേഹപൂർവ്വം ഒരിക്കൽ കൂടി മന്നായുടെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സാവൂളിനെ തിരഞ്ഞെടുത്ത ദൈവം തന്നെ സാവൂളിന് ശേഷം ഒരു രാജാവ്, സാവൂൾ മരിക്കുന്നതിന് മുമ്പ് തന്നെ മറ്റൊരു രാജാവിനെ തിരഞ്ഞെടുക്കാനുള്ള ആ ഒരു തിരഞ്ഞെടുപ്പിൻ്റെ പൂർത്തീകരണത്തിലേക്കാണ് ദാവീദിലേക്ക് എത്തിച്ചേരുന്നത്. ആട്ടിടയനായ ദാവീദ് ആടുകളെ മേയ്ക്കാൻ വേണ്ടി പുറത്തു പോയപ്പോൾ ആരെയാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് സാമുവേൽ പ്രവാചകനോട് പറയാതെ ദൈവം ജസ്സയുടെ കുടുംബത്തിലേക്ക് അയക്കുകയും ചെയ്ത്, ആരാണെന്ന് വ്യക്തിത്വമെന്ന് പറഞ്ഞില്ല. നീ അവിടെ ചെല്ലുക, ഞാൻ അവിടെ വെച്ച് ആരാണെന്ന് ഞാൻ പറയാം എന്നാണ് സാമുവേൽ പ്രവാചകനോട് പറഞ്ഞത്. അവിടെ ചെന്ന് ഉണ്ടായ മക്കളെയൊക്കെ 8 മക്കളിൽ 7 പേരെയും ജസ്സെ നിരത്തി നിർത്തി. ദൈവത്തിൽ നിന്ന് ഒരു അരുളപ്പാടുണ്ടായില്ല. എന്ന് വെച്ചാൽ മനുഷ്യൻ കണ്ടത്, സാമുവേൽ പ്രവാചകൻ കണ്ടത് ഒത്ത ഉയരവും വണ്ണവുമുള്ള വ്യക്തികളെയാണെങ്കിൽ ദൈവം കണ്ടത് ആ ആകാരവടിവിലല്ല, ഹൃദയത്തിൻ്റെ വിശാലതയിലാണ്. ദൈവം എപ്പോഴും മനുഷ്യ സൃഷ്ടിയെ വീക്ഷിക്കുന്നതും കാണുന്നതും ദൈവം നോക്കുന്നത് ഹൃദയത്തിൻ്റെ ഉള്ളറയാണ്, അവൻ്റെ ഉള്ളറയിൽ. മനുഷ്യൻ്റെ ആകാരവടിവിലല്ല, മനുഷ്യൻ്റെ പ്രാബല്യത്തിലല്ല, അറിവിലല്ല, സൗന്ദര്യത്തിലല്ല, മറിച്ച് ഹൃദയത്തിൻ്റെ ഉള്ളറയിലുള്ള ദൈവിക മനുഷ്യ സ്നേഹമടങ്ങിയ ദൈവമനുഷ്യരിലാണ്. അവസാനം പറയുന്നു, സാമുവേൽ രാജാവ് ചോദിക്കുന്നു, ഇനിയും മക്കളിൽ ആരെങ്കിലും ഉണ്ടോ? അപ്പോഴാണ് ജസ്സെ പറയുന്നത്, എനിക്കൊരു മകനും കൂടിയുണ്ട്, അവൻ ആടുകളെ മേയ്ക്കാൻ പോയി, അവനെ വിളിക്കുക. അവൻ കടന്നു വന്നപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് സാമുവേൽ പ്രവാചകന് പറഞ്ഞു, ഇവനെ അഭിഷേകം ചെയ്യുക. അങ്ങനെ ദാവീദ്
അഭിഷേകം ചെയ്യപ്പെടുകയാണ് ആ സഹോദരങ്ങളുടെ മുമ്പിൽ വെച്ച്, അപ്പൻ്റെ മുമ്പിൽ വെച്ചിട്ട് രാജാവായിട്ട് അവൻ അഭിഷേകം ചെയ്തു. ദാവീദ് പോലും ഒരുങ്ങിയിട്ടില്ല, ദാവീദ് പോലും ആഗ്രഹിച്ചിട്ടില്ല ദൈവം ഇങ്ങനെ ഒരു പദവിയിലേക്ക് ഉയർത്തുമെന്ന്. ദാവീദിനെ ദൈവം അത്രമാത്രം സ്നേഹിച്ച് മുന്നോട്ടുള്ള യാത്രയിൽ, മുന്നോട്ട് സംഭവിക്കാൻ പോകുന്ന യാത്രയിൽ ദൈവത്തിൻ്റെ പ്രത്യേക തിരഞ്ഞെടുപ്പിൽ ദാവീദിനെ ഉയർത്തുകയാണ് ചെയ്തത്. ഇതുപോലെ തന്നെ നമ്മൾ പോലും അറിയാതെ ഒരുപക്ഷെ നമ്മൾ കാണുന്ന വ്യക്തിത്വങ്ങളിലൊന്നും ദൈവീക ശക്തി കടന്നു വരണമെന്നില്ല. ദൈവിക ശക്തി കടന്നു വരുന്നത് ആ ഒരു ഹൃദയത്തിൻ്റെ ഉള്ളറയിലേക്കാണ്. ഞാനിപ്പോൾ ഇത് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നൊരു ഭാഗം ഇതാണ്. വിധവയായ ആ ഒരു അമ്മൂമ്മ, ആ സ്ത്രീ കടന്നു വരുമ്പോൾ അവരെ ഒരു മനുഷ്യൻ പോലും ശ്രദ്ധിക്കുന്നില്ല. അവരൊരു ദരിദ്രയാണ്, വിധവയാണ്. പക്ഷേ സുവിശേഷത്തിൽ എഴുതി വച്ചിരിക്കുകയാണ്, അവരുടെ കൈവെള്ളയിൽ അടങ്ങിയിരിക്കുന്ന ആ വെള്ളിത്തുട്ട് അത് അവരുടെ സമ്പാദ്യം മുഴുവനുമാണെന്ന് സ്വർഗത്തിലെ അപ്പൻ സുവിശേഷത്തിലൂടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുക. എന്ന് വെച്ചാൽ നിൻ്റെ ഹൃദയത്തിൻ്റെ മാത്രമല്ല, നിൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ സ്ഥലവും സ്വർഗം കാണുന്നു, വീക്ഷിക്കുന്നു. അതുവരെ ശ്രദ്ധിക്കപ്പെടാതിരുന്ന വിധവ ഇന്ന് സുവിശേഷത്തിലൂടെ നമ്മുടെ മുമ്പിലേക്ക് ജീവിക്കുകയാണ്. ഈ ദാവീദിൻ്റെ വിളിയെക്കുറിച്ച് പറഞ്ഞല്ലോ. ദാവീദ് ആടിനെ മേയിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഭൃത്യം വിളിക്കാൻ വന്നത്. നമ്മൾ പ്രാർത്ഥിച്ച് കാത്തിരിക്കുക, എനിക്കിപ്പോൾ വിളിയടിക്കുക, അഭിഷേകം കിട്ടും, ഇപ്പോൾ ശക്തിപ്പെടുത്തും, ഇപ്പോൾ എനിക്ക് സൗഖ്യം കിട്ടും. നമ്മൾ പ്രാർത്ഥിച്ച് കാത്തിരിക്കുക. ദാവീദ് സാധാരണ എല്ലാ ദിവസവും പോണ പോലെ ആടിനെ മേയ്ക്കാൻ പോയി. ആടിനെ മേയിച്ചോടുന്ന് വിളിച്ചിട്ടാണ് സാമുവേൽ പ്രവാചകനാണ് അഭിഷേകം ചെയ്യണത്. ഒരു വചനമുണ്ട്, 1 സാമുവേൽ 16:13. അന്ന് മുതൽ കർത്താവിൻ്റെ ആത്മാവ് ദാവീദിൻ്റെ മേൽ ശക്തമായി ആവസിച്ചു. അന്ന് മുതൽ. പിന്നെ ദാവീദിൻ്റെ ജീവിതം മുഴുവൻ പരിശുദ്ധാത്മാവോടെ നയിക്കപ്പെടുന്ന ഒരു ജീവിതത്തിൻ്റെ ഒരു മേഖലയായിരുന്നു. ഇതേ സമയത്ത് നമുക്ക് അടുത്ത അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, സാവൂളിൽ നിന്ന് ദൈവത്തിൻ്റെ അഭിഷേകം വിട്ടുപോയി. കാരണം അവൻ ദൈവത്തിൻ്റെ തേടി പ്രവർത്തിച്ചു. അവൻ ദുരാത്മാവ് പ്രവേശിച്ചു. അപ്പോൾ ഈ ദാവീദിലുണ്ടായിരുന്ന ഈ ആത്മാവിൻ്റെ അഭിഷേകത്താൽ 1 സാമുവേൽ 16:14 പറയുന്നുണ്ട്, 16:23 പറയുന്നുണ്ട്, ദാവീദ് കിന്നരം വായിക്കുമ്പോൾ സാവൂളിൽ നിന്ന് ദുരാത്മാവ് വിട്ടുപോകും. അപ്പോൾ സാവൂളിന് ആശ്വാസവും സുഖവും ലഭിക്കുന്നു. ഒന്ന് നോക്കി, ദാവീദിനെ വിളിച്ചു സാവൂള്, വായോ. അപ്പോൾ ആരെ പറഞ്ഞു സാവൂളിനോട്, ദാവീദ് കിന്നരം വായിച്ചാൽ അവിടെ ഭയങ്കര ശക്തിയായിരിക്കും. നമ്മൾ ചില പാട്ട് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിനൊക്കെ ഒരു പ്രത്യേക ഒരു അഭിഷേകം, ഒരു കുളിർമ കിട്ടില്ലേ. ചില പ്രൈസ് മെമ്പർഷിപ്പ് കേൾക്കുമ്പോൾ, ചില ധ്യാന പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ, ചില ആരാധന പങ്കെടുക്കുമ്പോൾ അഭിഷേകം നമ്മളിലേക്ക് എഴുന്നള്ളി വരുന്ന പോലെ ദാവീദ് കിന്നരം വായിച്ചപ്പോൾ സാവൂളിനായ ദുരാത്മാവ് വിട്ടുപോവുക. അവിടെ ആശ്വാസം കടന്നു വരിക, അവിടെ സമാധാനം കടന്നു വരിക. ഞാനിത് ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് പരിശുദ്ധ അമ്മയെക്കുറിച്ചാണ്. പരിശുദ്ധ അമ്മ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇളയമ്മേരെ വീട്ടിലേക്ക് പോയി, എലിസബത്തിൻ്റെ വീട്ടിലേക്ക്. പ്രൈസോട് പറഞ്ഞപ്പോൾ അമ്മയെ അഭിസംബോധന ചെയ്തപ്പോൾ വചനം ഓർമ്മിപ്പിക്കുന്നുണ്ട്, അപ്പോൾ എലിസബത്തിൻ്റെ ഉദയത്തിനായ ശിശു സന്തോഷത്താൽ കുതിച്ചു ചാടി. പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഫലം അത്. അപ്പോൾ ഞാൻ ആത്മാവിനെ നിറഞ്ഞു കഴിയുമ്പോൾ എൻ്റെ സാന്നിധ്യം, എൻ്റെ സംസാരം മറ്റുള്ളവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഫലം. പരിശുദ്ധാത്മാവിൻ്റെ ഫലം എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ സ്വഭാവമാണ്. സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, നന്മ, ദയ, വിശ്വസ്തത, ആത്മസംവേദനം. പരിശുദ്ധാത്മാവിൻ്റെ ഫലം കൊണ്ട് മറ്റുള്ളവർ നിറയപ്പെടുന്നുള്ളതാണ്. അപ്പോൾ നമ്മളെല്ലാവരും പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ വ്യക്തികളാണ്. ഈ സ്വഭാവം നമ്മൾ സ്വന്തമാക്കി കഴിയുമ്പോൾ നമ്മുടെ സാന്നിധ്യം കൊണ്ട് നമ്മുടെ ജോലി സ്ഥലത്തായാലും കുടുംബത്തിലായാലും മറ്റുള്ളവർക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ അനുഭവിക്കാൻ പറ്റണമെന്നുള്ളതാണ്. ദാവീദ് എൻ്റെ ബ്രദർ പറഞ്ഞ പോലെ ദാവീദിൽ പരിശുദ്ധാത്മാവ് ശക്തമായി ആവസിച്ചു. ആ വചനം നമ്മൾ ധ്യാനിച്ചു. അതിനുശേഷം തൊട്ടടുത്ത അധ്യായത്തിൽ ഫിലിസ്തീർക്കെതിരെ ഇസ്രായേൽ ജനത സാവൂളിൻ്റെ നേതൃത്വത്തിൽ യുദ്ധത്തിന് പോയി. ഈ ഗോലിയാത്ത് എന്ന് പറയുന്ന ആ ഒരു വലിയ ആ വ്യക്തിക്കെതിരെ യുദ്ധം ചെയ്യാനായിട്ട് പേടിച്ച് ഇസ്രായേൽ ജനത മുഴുവനും, പട്ടാളം മുഴുവനും ഇങ്ങനെ പേടിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് ദാവീദിൻ്റെ ചേട്ടന്മാരൊക്കെ അവിടെ യുദ്ധത്തിലുണ്ട്. കാരണം അവർ കായിക ബലമുള്ളവരൊക്കെയാണ്. ഈ ചേട്ടന്മാർക്ക് ഭക്ഷണം കൊടുക്കാനായിട്ടാണ് ദാവീദ് യുദ്ധക്കളത്തിലേക്ക് പോകുന്നത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഫിലിസ്തീന് ഭയന്ന്, ഗോലിയാത്തിന് ഭയന്ന് ഇസ്രായേൽ ജനത മുഴുവൻ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ദാവീദ് പറയുന്നുണ്ട്, ദാവീദ് എന്നിട്ട് സാവൂൾ രാജാവിനോട് പറയുകയാണ്, ഞാൻ പോയി ഈ ഗോലിയാത്തിനെതിരെ യുദ്ധം ചെയ്യാം. അപ്പോൾ അവിടെ 2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്, ഈ ആടുകളെ മാത്രം നോക്കി പരിചയമുള്ള, യുദ്ധം ചെയ്ത് പരിചയമില്ലാത്ത ദാവീദിന് ഈ ഗോലിയാത്തിനെ നേരിടുവാനുള്ള ധൈര്യം, അതൊരു മാനുഷികമായ ഭൗതിക തലത്തിലുള്ളൊരു ധൈര്യം.
അത് എവിടെ നിന്നാണ് കിട്ടിയത്? അത് ദാവീദിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ നിന്നാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ഒരു വ്യക്തിയുടെ പ്രത്യേകത അതാണ്. ഈ ലോകത്തിലെ ഒരു വ്യക്തിയെയും അവന് ഭയമില്ല. കാരണം 1 യോഹന്നാൻ 4:4 നിൻ്റെ ഉള്ളിലുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവനാണ്. അപ്പോൾ ഈ ഒരു ബോധ്യം നമുക്ക് ചില സമയത്ത് നമ്മുടെ ജീവിതത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പ്രാർത്ഥിക്കുന്നവരുടെ ഉള്ളിലാണെങ്കിൽ പോലും പല ഭയം, ഓഫീസിലുള്ള ബോസിനെ പേടി, മറ്റുള്ള പല പലതരത്തിലുള്ള ഇന്ന് ലോകത്തിൽ ഏറ്റവും അധികം മനുഷ്യനെ ആത്മീയ വ്യക്തികളെപ്പോലും ഭരിക്കുന്നത് ഭയമാണ്, ഭയം. എന്നാൽ ഇവിടെ ദാവീദിൻ്റെ ജീവിതത്തിൽ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം ഇതാണ്. 6.5-7 അടി പൊക്കമുള്ള ഗോലിയാത്തിനെതിരെ ദാവീദ് പറയണേ ഞാൻ പോയി യുദ്ധം ചെയ്യാം. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഈ ഭയത്തിൻ്റെ മേഖലയുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്, ഞാൻ ഇനിയും ആത്മാവിനാൽ നിറയപ്പെടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഭയം എന്ന് പറയുന്നത് പിശാചാണ് തീർച്ചയായും. അതിനെ പൂർണ്ണമായിട്ട് നമ്മൾ എടുത്ത് കളഞ്ഞ് ആത്മാവിൽ നിറയണം. രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു കഴിഞ്ഞ ഈ ദാവീദിനെ വിളിച്ചിട്ട് സാവൂൾ ചോദിക്കുകയാണ്, നിനക്ക് യുദ്ധം ചെയ്ത് എന്തെങ്കിലും പരിചയമുണ്ടോ? അപ്പോൾ ദാവീദ് പറയുകയാണ്, വളരെ എളിമയോടുകൂടി പറയുകയാണ്, ഞാൻ ആട്ടിടയനാണ്. എൻ്റെ ആടുകളെ പിടിക്കാൻ കരടികളോ സിംഹമോ വരുമ്പോൾ ഞാൻ അവയെ ജടയിൽ പിടിച്ച് അടിച്ചു കൊന്നിട്ടുണ്ട്. ഒന്ന് നോക്കിയേ, ധൈര്യം. അതായത് കരടിയും സിംഹവും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര സ്ട്രോങ്. അതിനെ ജടയിൽ പിടിച്ച് അടിച്ചു കൊന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ദാവീദിൻ്റെ ആ ഒരു ശക്തി അത് പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ കിട്ടിയതാണ്. പക്ഷെ നമുക്ക് നമ്മളുടെ ആത്മീയ മേഖലയിൽ അത് ചിന്തിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഒരു വ്യക്തിക്ക് സിംഹവും കരടിയുമായിട്ടൊക്കെ വരുന്നത് നമ്മളിലേക്ക് വരുന്ന പാപപ്രലോഭനങ്ങളാണ്. നമ്മളിലുള്ള അഭിഷേകത്തെ ചോർത്തിക്കളയാനായിട്ട് വരുന്ന പാപപ്രലോഭനങ്ങൾ. ഈ പാപപ്രലോഭനങ്ങളെ ദാവീദ് എടുത്ത് അടിച്ച് കൊന്നതുപോലെ നമ്മളോരോരുത്തരും കൊല്ലുവാനായിട്ട്, അതിനെ പൂർണ്ണമായിട്ടും ഓടിച്ചു കളയുവാനായിട്ട് നമ്മൾ തയ്യാറാകണം. അപ്പോൾ ദാവീദിൽ നിന്ന് പഠിക്കേണ്ട 2 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ ജീവിതത്തിൽ ഭയം ഉണ്ടാകരുത്. 2, പാപപ്രലോഭനങ്ങളെ നമ്മൾ ദൈവത്തോട് ചേർന്ന് നമ്മൾ അതിജീവിക്കണം. സുഭാഷിതം 16:1 പറഞ്ഞിട്ടുണ്ടല്ലോ, മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, അന്തിമ തീരുമാനം കർത്താവിനെതിരെ. ഈ ഗോലിയാത്തിൻ്റെ ആകാരവടിവിലൊന്നും അല്ലെ ശക്തിയിലൊന്നും ദാവീദ് ഭയപ്പെട്ടിട്ടില്ല. അതുമല്ല, ഗോലിയാത്തിനെ കൊല്ലണമെന്ന് കരുതിയിട്ടല്ല വീട്ടിൽ നിന്ന് പുറപ്പെട്ടത്. അവർ സഹോദരങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണം. പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതി എന്താ? ദാവീദിലൂടെ ഗോലിയാത്ത് മരിക്കണം. ഒരിക്കലും ദാവീദിൻ്റെ ശക്തിയാലല്ല ഗോലിയാത്ത് മരണമടഞ്ഞതെന്ന് വ്യക്തമായിട്ട് നമ്മൾക്കും അറിയാം, ആ കണ്ടവർക്ക് മനസ്സിലായി. അത് ദൈവത്തിൻ്റെ അത്ഭുതകരമായ ശക്തിയാണ്. എന്ന് വെച്ചാൽ ലൂക്ക 1:35 പറയുന്നില്ല, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും. അപ്പോൾ ഈ ശക്തി വന്നു കഴിഞ്ഞപ്പോൾ ദാവീദിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അപ്പുറമായിട്ടുള്ള പ്രവൃത്തികൾ ദാവീദ് ചെയ്തു. അത് ദൈവത്തെ കൊണ്ട് മനുഷ്യനിലൂടെ പ്രവർത്തിക്കാൻ സാധിക്കുന്ന വലിയ അത്ഭുതങ്ങളുടെ കണക്കാണ്. ഇത് ദാവീദിനെ നോക്കുമ്പോൾ ഒരുപാട് ഗുണഗണങ്ങൾ അടങ്ങിയൊരു മനുഷ്യനാണ്. ഇപ്പോൾ സാവൂളിനെ അവൻ ആക്രമിക്കാൻ പോകുമ്പോൾ സാവൂളിനെ കുറിച്ച് എന്തെങ്കിലും പറയുമ്പോൾ ദാവീദ് പറഞ്ഞൊരു വാക്കുണ്ട്, അഭിഷിക്തനെതിരെ കരമുയർത്തരുത്. എന്ന് വെച്ചാൽ സാവൂൾ എന്ന മനുഷ്യരിൽ എന്ത് കുറവുണ്ട് എന്നതിലല്ല അവൻ നോക്കിയത്, അവനൊരു അഭിഷിക്തനാണ്, അവനെതിരെ ഞാനൊന്നും പറയാൻ പാടില്ല. ഇതാണ് അവൻ്റെ പോളിസി. അവൻ്റെ കുറവോ അവൻ്റെ പോരായ്മകളെ കുറിച്ചൊന്നുമല്ല ദാവീദ് നോക്കുന്നത്. ദാവീദ് നോക്കുന്നത് അഭിഷിക്തനായ സാവൂളിനെ ഞാൻ വേദനിപ്പിക്കാൻ പാടില്ല, ഞാൻ കരമുയർത്താൻ പാടില്ല. അപ്പോൾ അതൊരു വലിയൊരു നേട്ടമാണ്, എന്ന് വെച്ചാൽ വലിയൊരു പുണ്യമാണ്, അതൊരു മനസ്സാണ്. അപ്പോൾ ദാവീദിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇങ്ങനെയുള്ള ചില ഗുണങ്ങൾ അവനിൽ നിന്ന് പഠിക്കാനുണ്ട്. ഇത് പഠിക്കാൻ മാത്രമല്ല, പ്രാവർത്തികമാക്കാനുണ്ട്. ഇപ്പം നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് വിമർശിക്കാനായിട്ട് ഭയങ്കര തീക്ഷ്ണതയാണ്, എന്നാൽ അവരെ സ്നേഹിക്കാനോ മന്ദോഷണരാണ്. അപ്പോൾ ഈ വിമർശിക്കുന്ന തീക്ഷ്ണത തന്നെ അവർ സ്നേഹിക്കാനോ നമ്മൾ കാണിച്ചാൽ വിമർശിക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. അപ്പോൾ പലപ്പോഴും ഈ അഭിഷിക്തരെ നമ്മൾ കരമുയർത്തുമ്പോൾ, അവരെ കരുതി നാവ് ഉയർത്തുമ്പോൾ, അവരെ ശബ്ദമുയർത്തി സഹായിക്കുമ്പോൾ അല്ലെങ്കിൽ വിമർശിക്കുമ്പോൾ ഓർക്കുക, അതിൻ്റെ മറവിൽ ഞാൻ തുറന്നു പറയുന്ന വലിയ സത്യം എന്താ? ഇവരെ ഞാൻ ഇത്രമാത്രം സ്നേഹിക്കുന്നില്ല. നമ്മൾ അഭിഷിക്തരെ സ്നേഹിക്കുക, കുറവുകളിലേക്കല്ലെന്ന് പോകേണ്ടത്. നമ്മളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്, റോമാക്കാർക്ക് ലേഖനം 13:8 പറയുന്നത് എന്താ? പരസ്പരം സ്നേഹിക്കുക എന്നതിൽ കവിഞ്ഞ മറ്റൊരു കടപ്പാടും ആരോടും
ഉണ്ടാകരുത്. അപ്പോൾ ദാവീദ് ചെയ്തത് എന്താ? ആരെ കണ്ടാലും അവരെ സ്നേഹിക്കാനും അവരിലുള്ള ഒരു ദൈവിക പ്രവൃത്തിയെക്കുറിച്ച് കാണാനും ദാവീദിന് സാധിച്ചു എന്നുള്ളതാണ്. അത് പരിശുദ്ധാത്മാവിൻ്റെ വലിയ ഇടപെടലിലൂടെയാണ് സംഭവിച്ചത്. ദാവീദ് രാജാവിലുണ്ടായിരുന്ന വേറൊരു മേഖല നമുക്ക് 2 സാമുവേൽ 11 നമുക്ക് വായിക്കാൻ പറ്റും. ഏതൊരു അഭിഷിക്തനായാലും, എത്ര വലിയ വചനപ്രഘോഷകനായാലും, എത്ര വലിയ ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിയായാലും പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിക്കണം. ചെയ്യേണ്ട ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യണം. അതിനേക്കാൾ ഉപരിയായിട്ട് പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിക്കാതെ അലസമായിട്ട് വിരസമായി കഴിയുമ്പോൾ ബ്രദർ പറഞ്ഞതുപോലെ തിന്മ നമ്മളിലേക്ക് കയറി വരും. 2 സാമുവേലിൻ്റെ പുസ്തകത്തിൽ 11:1 വായിക്കുന്നുണ്ട്, രാജാക്കന്മാരെല്ലാം യുദ്ധത്തിന് പോയിരിക്കുക. രാജാവ് തൻ്റെ പടയാളികളും മറ്റുള്ള എല്ലാവരും യുദ്ധത്തിന് പോയിരിക്കുക. ആ സമയത്ത് 2 സാമുവേൽ 11:2 പറയുന്നുണ്ട്, ഒരു ദിവസം സായാഹ്നത്തിൽ ദാവീദ് കിടക്കയിൽ നിന്ന് എഴുന്നേറ്റു. വൈകുന്നേരമായപ്പോൾ അവിടുന്ന് ഉറങ്ങണം. എല്ലാവരും യുദ്ധത്തിന് പോയിരിക്കുക. പ്രാർത്ഥിച്ച് ഉണർവോടെ ഇരിക്കേണ്ട ദാവീദ് സായാഹ്നമായി ഉറക്കത്തിൽ നിന്ന് എണീറ്റു. അവന് മട്ടുപ്പാവിൽ ഇല്ലാത്തിയപ്പോൾ ഒരു കണ്ണുകൊണ്ടൊരു നോട്ടം, ഒരു സ്ത്രീ കുളിക്കുന്നത് അവൻ കണ്ടു. ഒറ്റ നോട്ടം. ആ നോട്ടം പോയപ്പോൾ മേഖല നമുക്കറിയാലേ, വ്യഭിചാരത്തിലേക്ക് പോയി, പാപത്തിലേക്ക് പോയി, കൊലപാതകത്തിലേക്ക് പോയി എന്ന് അവസാനിച്ചു അവിടെ. ആ ചരിത്രം നമ്മൾ പറയേണ്ട എല്ലാവർക്കും അറിയാം. ഒരൊറ്റ നോട്ടമാണോ അത്? ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ നമ്മളിലേക്ക് തിന്മ കയറി വരുന്നുള്ള ഏറ്റവും വലിയ പാഠം പഠിപ്പിക്കുന്നത്. അത് മാത്രമല്ല, ഇത് കഴിഞ്ഞപ്പോൾ നാഥാൻ പ്രവാചകൻ, ദൈവം നാഥാൻ പറഞ്ഞു പോയി അവനെ ഉപദേശിക്കാൻ പറയാണ്. പ്രവാചകൻ ദാവീദിൻ്റെ അടുത്തേക്ക് വന്ന് അവനെ ഉപദേശിക്കുക. അതൊരു ഉപമയിലൂടെ പറയുന്നത്. അതിന് ഏറ്റവും രസം ആ സമയത്ത് നമ്മൾ വായിക്കുന്നുണ്ട് 2 സാമുവേൽ 12:13, ഞാൻ കർത്താവിനെതിരെ പാപം ചെയ്തു പോയെന്ന് പറഞ്ഞിട്ട് ദാവീദ് രാജാവ് കർത്താവിന് വിലപിക്കുക ചെയ്യിക്കും. അവിടെ ശരിക്കും പറഞ്ഞാൽ അത് വായിക്കുമ്പോൾ നമുക്കറിയാം, അതായത് പൊട്ടിക്കരഞ്ഞ് കാണും അല്ലേ, പൊട്ടിക്കരഞ്ഞ് കർത്താവ് ഞാൻ പാപം ചെയ്തു പോയി, എന്നോട് ക്ഷമിക്കണമെന്നൊക്കെ മനസ്സിനകത്ത് പ്രാർത്ഥിച്ച് കാണും. അതുകൊണ്ട് നമ്മൾ സങ്കീർത്തനങ്ങൾ 51 വായിക്കുമ്പോൾ അനുതാപത്തിൻ്റെ സങ്കീർത്തനം എന്ന് പറയാം. 51-ാം സങ്കീർത്തനം ദാവീദ് രാജ അതിൻ്റെ ഹെഡ്ലൈനിൽ എഴുതിയിട്ടുണ്ട്, ചാപ്റ്ററിൻ്റെ അടിയിൽ എഴുതിയിട്ടുണ്ട്, ബത്സേബയ്ക്കെതിരെ പാപം ചെയ്തതിന് ശേഷം നാഥാൻ പ്രവാചകൻ വന്നപ്പോൾ എഴുതിയ സങ്കീർത്തന ഭാഗം. അത് വായിക്കുമ്പോണ്ടല്ലോ ശരിക്കും ഞാനൊക്കെ എല്ലാ ദിവസവും വായിക്കും. കാരണം എല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിന് മുമ്പ് 50-ാം സങ്കീർത്തനം വായിക്കും. കർത്താവ് ഇന്ന് രാവിലെ മുതൽ ഇത് ചെയ്തു പോയ എല്ലാ പാപത്തിൻ്റെ പരിഹാരമായിട്ട് അനുതാപത്തോടെ ഞാൻ സങ്കീർത്തനം വായിക്കുന്നുണ്ട്. എല്ലാ ദിവസവും വായിക്കും. കുംഭസ്ഥാനത്തിന് മുമ്പ് ഈ 50-ാം സങ്കീർത്തനം വായിക്കുന്നത് ഉപകാരപ്രദമായിരിക്കും. കാരണം അത് അനുതാപത്തിൻ്റെ സങ്കീർത്തനമാണ്. സങ്കീർത്തനം 51:2 പറയുന്നുണ്ട്, എൻ്റെ പാപങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കണമേ. വീണ്ടും 51:10, ദൈവമേ നിർമ്മലമായ ഹൃദയം തരണമേ, അചഞ്ചലമായ ഒരു നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ. വീണ്ടും 51:11 പറയുന്നുണ്ട്, അങ്ങേ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയല്ലേ. നോക്കി എത്ര മനോഹരമായ ഒരു അനുതാപത്തിൻ്റെ മേഖലയിലേക്കാണ് ദാവീദ് രാജാവ് കടന്നു വരുന്നത്. ആ അനുതാപത്തിലൂടെ കർത്താവ് വീണ്ടും അവനെ ഉയർത്താണ്. പാപം ചെയ്താൽ എൻ്റെ പാപങ്ങൾ ഏറ്റെടുത്ത ദൈവത്തിലേക്ക് ആ പാപം സമർപ്പിച്ചുകൊണ്ട് അനുതാപത്തോടെ പശ്ചാത്താപത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുന്ന പൊന്നു തമ്പുരാൻ നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ച് നമ്മൾ പുതിയ വ്യക്തിയായി രൂപാന്തരം പ്രാപിക്കുന്നുള്ളതാണ്. അതുകൊണ്ട് ഇത് ശ്രമിക്കുന്ന നമ്മൾ ഓരോരുത്തരോടും പരിശുദ്ധാത്മാവ് പറയാണ്, നീ മാനുഷികമായിട്ട് എപ്പോഴെങ്കിലൊക്കെ തിന്മയിൽ വീണ് പോകുമ്പോൾ ആ നിമിഷം തന്നെ ദൂതപത്ര ഉപമയിൽ വാങ്ങി അപ്പോൾ അവന് സുബോധമുണ്ടായി. ആ നിമിഷം തന്നെ സുബോധത്തോടെ തിരിച്ചു വന്ന്, കർത്താവെ ഞാൻ പാപിയാണ്, കർത്താവെ നിർമ്മലമായ ഹൃദയം തരണമേ, അചഞ്ചലമായൊരു നവചൈതന്യം ഇതിൽ നിക്ഷേപിക്കണമെന്ന് ആത്മാർത്ഥമായി അനുദപിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മളെ ആ സ്നേഹത്തിലേക്ക് തിരിച്ച് വീണ്ടും കൊണ്ടുവരും. ഞാൻ എൻ്റെ ബ്രദർ പറഞ്ഞപ്പോൾ ഈ സാവൂൾ രാജാവും പാപം ചെയ്തു, ദാവീദും പാപം ചെയ്തു. രണ്ട് തമ്മിലുള്ള ഒരു വലിയ വ്യത്യാസമായി. അതായത് സാവൂൾ പാപം ചെയ്തിട്ട് അത് സാമുവേൽ പ്രവാചകൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, നീ ഇന്ന തെറ്റ് ചെയ്തു. പക്ഷേ ആ ഭാഗത്ത് തന്നെ നമ്മൾ അപ്പം തന്നെ കാണുകയാണ് സാവൂൾ തൻ്റെ തെറ്റിനെ ന്യായീകരിക്കുകയാണ് സാമുവേൽ പ്രവാചകന് മുമ്പിൽ. അത് ഏറ്റുപറയുകയല്ല. അപ്പോൾ സാമുവേൽ പ്രവാചകൻ വീണ്ടും അതിനെ നീ തെറ്റാണെന്ന് പറയുമ്പോഴാണ് എനിക്ക് തെറ്റിപ്പറ്റിപ്പോയി എന്ന് പറയുന്നത്. പക്ഷെ അതൊരു ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒന്നല്ല എന്ന് കാണാൻ പറ്റും. സ്വന്തം അഹങ്കാരം കൊണ്ട് അവൻ ന്യായീകരിക്കുകയാണ്. എന്നാൽ ദാവീദ് ചെയ്തതോ, നാഥാൻ പ്രവാചകൻ്റെ കേട്ടപ്പോൾ ഹൃദയം പൊട്ടിയ കരഞ്ഞു, എൻ്റെ ബ്രദർ പറഞ്ഞ പോലെ. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ തെറ്റുകൾ പറ്റിക്കഴിയുമ്പോൾ നമ്മൾ ഒരിക്കലും അതിനെ ജസ്റ്റിഫൈ ചെയ്യരുത്, ന്യായീകരിക്കരുത്. കർത്താവെ തെറ്റ് പറ്റിപ്പോയി എന്ന് പറഞ്ഞങ്ങ് കരയുമ്പോഴാണ് ദൈവം കൃപ ഒരുക്കുന്നത്.
ഞാൻ ആലോചിക്കുകയാണ് ദാവീദിനുണ്ടായിരുന്ന മറ്റൊരു വലിയൊരു ഗുണം. 2 സാമുവേൽ 12-ാം അധ്യായത്തിൽ നമ്മൾ ബത്ശേബയിൽ ഇങ്ങനെ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞപ്പോൾ നാഥാം പ്രവാചകൻ പറയുന്നുണ്ട്, നീ പാപം ചെയ്തതുകൊണ്ട് ഈ കുഞ്ഞ് മരിച്ചു പോകുമെന്ന് പറയുന്നുണ്ട്. ഈ സമയത്ത് ദാവീദ് രാജാവ് കിടന്ന് അവൻ അവിടെ പറയുന്നത് 12-ാം അധ്യായം 15 മുതലുള്ള വചനങ്ങളൊക്കെ 2 സാമുവേൽ 12-15 മുതലുള്ള വചനങ്ങളൊക്കെ പറയുന്നത് അവൻ കരഞ്ഞു, ദിവസം മുഴുവൻ കരഞ്ഞു. അവൻ കട്ടിലിൽ കിടന്നില്ല, ബെഡിൽ കിടന്നില്ല, നിലത്ത് കിടന്നു, ഉപവസിച്ചു. എന്തിനാണെന്നോ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ കുഞ്ഞിൻ്റെ ജീവൻ അങ്ങ് എടുക്കല്ലേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. പക്ഷേ ദൈവം താൻ പ്രവർത്തിക്കാൻ ഉദ്ദേശിച്ചത് ചെയ്തു. പാപത്തിൻ്റെ വേതനം മരണമാണ് എന്ന് പറയുന്നത് പോലെ ആ കുഞ്ഞിൻ്റെ ജീവനെ ദൈവം എടുത്തു. പക്ഷെ അതിനുശേഷമുള്ള ദാവീദിൻ്റെ മനോഭാവമാണ് വളരെ ഇമ്പോർട്ടൻ്റ്. 2 സാമുവേൽ 12-ാം അധ്യായം 22 മുതലുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ കുഞ്ഞ് മരിച്ചു എന്ന് കേട്ടപ്പോൾ തന്നെ ദാവീദ് എഴുന്നേറ്റ് മുഖം കഴുകി കുളിച്ചു, അവൻ ഭക്ഷണം കഴിച്ചു, അവൻ പ്രസന്നവദനായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ആരൊക്കെയൊന്ന് ചോദിക്കുന്നുണ്ട്, അങ്ങ് എങ്ങനെയാണ് ഇങ്ങനെ പെട്ടെന്ന് മാറിയത്? അപ്പോൾ അദ്ദേഹം പറയണം, ദാവീദ് പറയാണ്, കുഞ്ഞിൻ്റെ ജീവൻ എടുക്കാതിരിക്കാൻ ഞാൻ പ്രാർത്ഥിച്ചു, എന്നാൽ അത് ദൈവഹിതമായിരുന്നു, കുഞ്ഞിൻ്റെ ജീവനെ ദൈവം എടുത്തു. ഇനി ഞാൻ എന്തിന് കരയണം? കാരണം ആ ദൈവഹിതം ദൈവകരങ്ങളിൽ നിന്ന് ദാവീദ് രാജാവ് സ്വീകരിച്ചു. ദാവീദ് അത് ഭയങ്കര വലിയ ക്വാളിറ്റി. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെയൊക്കെ പാപങ്ങളുടെ ഫലമായിട്ട് ചില അനിഷ്ട സംഭവങ്ങൾ നടക്കുന്നു, അത് മാറിപ്പോകാൻ പ്രാർത്ഥിക്കുന്നു. പക്ഷേ പാപത്തിൻ്റെ ഫലമായിട്ട് ആ പരിണത ഫലമായിട്ട് ദൈവം നിശ്ചയിച്ച ആ കാര്യങ്ങൾ നടന്നു പോകുന്നു. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ പിന്നീട് ഉടനീളം നമ്മൾ അതിനെ ഓർത്ത് കണ്ണുനീരൊഴുക്കി നടക്കുന്ന ഒരു സ്വഭാവം കാണാറുണ്ട്. പക്ഷേ ദാവീദ് രാജാവ് ചെയ്ത് അത് ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിച്ചു. എനിക്ക് ഒരു കാര്യം കൂടി ഇതിനോട് ചേർക്കാനുള്ളത്, ദാവീദ് ഈ ദൈവത്തിൻ്റെ പദ്ധതിയിൽ, ദൈവത്തിൻ്റെ ചിന്തയിൽ പോലും ബത്ശേബയും സോളമനും ദൈവ പദ്ധതിയിലുണ്ടായിരുന്ന വ്യക്തികളല്ല. കാരണം ദാവീദ് പാപം ചെയ്തപ്പോഴാണ് ബത്ശേബയും സോളമനും ചരിത്രത്തിലേക്ക് വരുന്നത്, ബൈബിളിലേക്ക് വരുന്നത്. പക്ഷേ ദാവീദ് അനുദപിച്ചതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? കുഞ്ഞിൻ്റെ ജീവൻ എടുത്തെങ്കിലും തൻ്റെ ബത്ശേബയിൽ നിന്ന് തന്നെ ജനിച്ച അടുത്ത മകനായ സോളമനെ, ഈ സോളമൻ്റെയും ബത്ശേബയുടെയും പേര് യേശുവിൻ്റെ വംശാവലിയിൽ എഴുതപ്പെടാൻ തക്ക വിധത്തിൽ ദൈവം ദാവീദിനെ അനുഗ്രഹിച്ചു. ലൂക്കായുടെ സുവിശേഷം വായിക്കുമ്പോൾ നമുക്കവിടെ കാണാം, ബത്ശേബയുടെ പേരും സോളമൻ്റെ പേരും യേശുവിൻ്റെ വംശാവലിയിൽ എഴുതപ്പെട്ടു. അത് ദാവീദിൻ്റെ അനുതാപം കൊണ്ട് ദൈവം കൊടുത്ത ഒരു കൃപയാണ്. അപ്പോൾ എനിക്കത് ഓർക്കുമ്പോൾ ദാവീദിൻ്റെ ആ ഒരു ഹൃദയം കൊണ്ട് ദാവീദ് കരഞ്ഞു. നമ്മളും ഇതുപോലെ, എൻ്റെ ബ്രദർ നേരത്തെ പറഞ്ഞില്ല, ഹൃദയം കൊണ്ട് കരഞ്ഞു കഴിഞ്ഞാൽ ദൈവം നമ്മുടെ മേൽ കരുണ ചൊരിയും. ഈ ഒരു കാലഘട്ടം നമ്മൾ ശ്രദ്ധിച്ചാലേ ഏറ്റവും കൂടുതൽ അലസതയോടെ ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കി തന്നിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുപോലെ തന്നെ അനുദപിക്കാനായിട്ട് പറ്റാത്ത, എന്ന് വെച്ചാൽ ഒന്ന് കുമ്പസാരിക്കണം എന്ന് വെച്ചാൽ പോലും അത് സാധിക്കാത്തവരുമാണ്. ഇപ്പം നമ്മൾ സാവൂളിനെ പറ്റി പറഞ്ഞു, അവൻ തെറ്റിനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ന്യായീകരിച്ചിരുന്നു. പലപ്പോഴും ഇപ്പം ഞാനൊക്കെ എത്ര പ്രാവശ്യം കുമ്പസാരിച്ചെന്നുപോലും എനിക്കറിയില്ല. അത്രയേറെ തവണ എൻ്റെ പാപങ്ങൾ ക്ഷമിച്ചൊരു ദൈവം. അപ്പോൾ കുമ്പസാരം കൂട്ടി ചെയ്യാൻ പറ്റുന്ന ഒരൊറ്റ കാര്യം ഇതാണ്, നമ്മൾ ന്യായീകരിക്കാതെ കുമ്പസാരിക്കുക. നീ തെറ്റ് ചെയ്തോ ഇല്ലയോ, ഇതാണ് കർത്താവ് ചോദിക്കുന്നത്. അതിനൊരു മോചനമാണ് കർത്താവ് തരുന്നത്. അവൻ്റെ ദയയാൽ നമ്മൾ പാപത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്നു. അവിടെയും നീ ന്യായീകരിക്കുമ്പോൾ എന്താ അർത്ഥം? അതിനെ സംബന്ധിച്ച് ഒരു പശ്ചാത്താപം നിനക്കില്ല. അപ്പോൾ കാണാനുള്ള വലിയ ഭംഗിയൊന്നുമില്ല കുമ്പസാരം കൂടുന്നെങ്കിലും അവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ അല്ലേ പത്തിരട്ടി ശക്തിയുള്ളതാണ്. അവിടെ ദൈവം നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കാൻ കാത്തിരിക്കുമ്പോൾ ആ കുമ്പസാരക്കൂട്ടി നീ ചെന്ന് പറയുന്നു, ഞാൻ ഈ തെറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ നിന്നെ കെട്ടാൻ ഉപയോഗിച്ച ചരട് പോലും, ഇപ്പം ശാംസനിൽ നിന്ന് കെട്ടാൻ ഉപയോഗിച്ച് അവനെ കെട്ടിയിട്ടിട്ട് പോലും ആ ദൈവിക ശക്തിയാൽ ചരട് പൊട്ടിപ്പോയതുപോലെ ആ കുമ്പസാരക്കൂട്ടിൽ നിന്നെ കെട്ടാൻ ഉപയോഗിച്ച, തിന്മ കെട്ടാൻ ഉപയോഗിച്ച സകല ചരടും പൊട്ടിപ്പോവും. നീ സ്വതന്ത്രനായിട്ട് കുമ്പസാരക്കൂട്ടിൽ പുറത്തിറങ്ങണേ. അപ്പോൾ ഒരു ന്യായീകരിക്കാതെയുള്ള കുമ്പസാരം നമ്മൾ നടത്താനായിട്ട് ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ദാവീദ് രാജാവ് ചെയ്തതുപോലെ അവൻ്റെ പ്രാർത്ഥനയ്ക്കും ദൈവത്തിൻ്റെ മുമ്പിലുള്ള ജീവിതത്തിനും നല്ലൊരു ലക്ഷ്യമുണ്ടായിരുന്നു. അവൻ്റെ സ്വാർത്ഥതയിലുള്ളൊരു ജീവിത രീതി ആയിരുന്നില്ല.
ഇപ്പം മക്കളെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അവൻ പ്രാർത്ഥിച്ചു. പക്ഷേ ദൈവഹിതം മക്കളെ നഷ്ടപ്പെടുക അല്ലെ മക്കളെ എടുക്കുക എന്നതായിരുന്നു. പക്ഷെ അതിനെ അവൻ അംഗീകരിച്ചു. ദൈവിക പ്രവൃത്തിയെ അംഗീകരിക്കുക എന്നുള്ളത് നല്ലൊരു ഗുണം തന്നെയാണ്. നമ്മൾ അതിനെ ന്യായീകരിക്കാൻ പോയി ആർക്കെതിരായിട്ട് നമ്മൾ പാപം ചെയ്യേണ്ടത്? ദൈവത്തിനെതിരായിട്ട് തന്നെ. അപ്പോൾ ദൈവം ചെയ്യാൻ എന്ത് ഉദ്ദേശിച്ചോ അത് ചെയ്തു. അത് ആർക്ക് വേണ്ടിയിട്ട്? ദാവീദ് രാജാവിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടായിരിക്കാം ദൈവം അങ്ങനെ ചെയ്തത്. കാരണം ആ പാപത്തിൻ്റെ ഒരു ഫലം അവിടെ വേണ്ട എന്ന് ദൈവം തീരുമാനിച്ചിട്ടുണ്ടാവും. ഇത് പറഞ്ഞതുപോലെ ദാവീദിലുള്ള മറ്റൊരു ഗുണമാണ് തന്നെ എന്ത് പറയുന്നു, മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും, പ്രശംസിച്ചാലും തന്നെ തള്ളിപ്പറഞ്ഞാലും ചീത്ത വിളിച്ചാലും അതൊന്നും ദൈവം അറിയാതെ അല്ല എന്നുള്ള വലിയ ബോധ്യം ദാവീദ് രാജാവിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ശിമെയി മണ്ണ് വാരിയിടുകയും ചീത്ത വിളിക്കുകയൊക്കെ ചെയ്തിട്ടും ദാവീദ് രാജാവ് ഒരു അക്ഷരം പോലും അവനെ പറഞ്ഞില്ല. പക്ഷേ കൂടെ ഉണ്ടായിരുന്നൊരു വാളോങ്ങി അവനെ ആക്രമിക്കാൻ ഒരുങ്ങുമ്പോൾ ദാവീദ് രാജാവ് തടയുകയും ചെയ്ത്, അരുത്, ഇത് എൻ്റെ ദൈവം അനുവദിച്ചിട്ടാണെങ്കിൽ അവനെ തടയാൻ നമ്മൾ ആര് എന്ന് ചോദിക്കണം. ഇത് തന്നെ നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. ഒരുപാട് പേര് മേലുദ്യോഗസ്ഥരാകാം, സഹപ്രവർത്തകരാകാം, ഒരുപക്ഷെ അയൽവാസികളാകാം, ബന്ധുമിത്രാദികളാകാം, ഒരു കാരണവുമില്ലാതെ നമ്മളെ അസ്വസ്ഥപ്പെടുത്തുമ്പോൾ, നമ്മളെ തടസ്സപ്പെടുത്തുമ്പോൾ, നമ്മുടെ ജീവിതത്തിലെ വഴിമുട്ടിയായിട്ട് നിൽക്കുമ്പോൾ ഓർക്കുക, ഇതൊന്നും അറിയാത്തൊരു ദൈവമല്ല നമ്മുടെ ദൈവം. നീ ദൈവത്തിൻ്റെ കരങ്ങളെ കൊടുക്കുക, ആ മക്കളെ കൊടുക്കുക. ദൈവമേ, ഇത് നീ അനുവദിച്ചതാണെങ്കിൽ ഇവർക്കെതിരെ ഞാൻ ആരാണ്? ആ ഒരു രീതിയിലുള്ള ഒരു ജീവിതത്തെ ചിട്ടപ്പെടുത്തുമ്പോൾ, ഇപ്പോൾ നമ്മൾ ദാവീദ് രാജാവിനെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ അല്ലെ ആ മകനെക്കുറിച്ച് ചിന്തിച്ചു പോകുമ്പോൾ ഇങ്ങനെയുള്ള ചില ഗുണങ്ങൾ തന്നിട്ടുള്ളത് നമ്മുടെ ജീവിതത്തിലും ഇത് പകർത്തപ്പെടണമെന്ന് ദൈവം അനുവദിച്ചിട്ടുമുണ്ട് അല്ലേ? ഇതേപോലുള്ള ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയ ഒരു മനുഷ്യനാണ് ദാവീദ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ ദാവീദ് രാജാവിൻ്റെ പേര് യേശുവിൻ്റെ മുമ്പിൽ കൂട്ടിച്ചേർത്തില്ലേ? ദാവീദിൻ്റെ പുത്രനായ യേശുവേ, അങ്ങനെ ഒന്ന് കൂട്ടിച്ചേർക്കാനുള്ള ക്വാളിറ്റിയാണ് ഈ ദാവീദിൽ അടങ്ങിയിട്ടുള്ളത്. ദാവീദിൻ്റെ ഒരു വലിയ ക്വാളിറ്റി, എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ക്വാളിറ്റിയായിരുന്നു. ദാവീദ് തൻ്റെ സർവ്വ അധികാരത്തിൻ്റെ സമയത്തും, അതായത് 5 രാജ്യങ്ങളെ പോയി ആക്രമിച്ച് കീഴടക്കുവാൻ തക്കവിധം ആയുധവും സമ്പത്തും ഉള്ള സമയത്താണ് 27-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയാണ്, കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ്, ഞാൻ ആരെ ഭയപ്പെടണം. അവിടെ പറയാണ്, എൻ്റെ ചുറ്റുമുള്ള ആയുധവും എൻ്റെ സമ്പത്തും ഒന്നല്ല എൻ്റെ രക്ഷ, കർത്താവാണ് എൻ്റെ രക്ഷ, ഞാൻ ആരെ ഭയപ്പെടണം. എന്നിട്ട് പറയാണ്, കർത്താവ് എൻ്റെ ജീവിതത്തിന് കോട്ടയാണ്, ഞാൻ ആരെ പേടിക്കണം. ഇത്രമാത്രം സമൃദ്ധിയിൽ നിന്നപ്പോഴും ദാവീദിൻ്റെ ആശ്രയത്വം കർത്താവിൽ മാത്രമായിരുന്നു. അതുപോലെ തന്നെ ദാവീദിൻ്റെ മറ്റൊരു ക്വാളിറ്റിയാണ്, ദൈവത്തോട് ആലോചന ചോദിക്കാതെ ദാവീദ് ഒരു തീരുമാനം എടുക്കില്ല. 2 സാമുവേൽ 5-ാം അധ്യായം 17 മുതലുള്ള വചനങ്ങളിൽ ഫിലിസ്തീനെ ആക്രമിക്കാൻ പോകുന്ന സമയത്ത് ദാവീദ് പ്രാർത്ഥിക്കണം, കർത്താവേ, ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ കർത്താവ് പറഞ്ഞു, നീ നേരെ പോയി യുദ്ധം ചെയ്യും. ദാവീദ് അതുപോലെ ചെയ്തു. ദാവീദ് വിജയം വരിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഫിലിസ്തീൻ വീണ്ടും യുദ്ധം ചെയ്യാൻ വരികയാണ്. നമ്മളൊക്കെ ആണെങ്കിൽ അന്നേരത്തെ ചോദിച്ചതല്ലേ, നമ്മൾ ആ ധൈര്യത്തിൽ പോകും. പക്ഷെ ദാവീദ് അവിടെ വീണ്ടും പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, ഞാൻ എന്തു ചെയ്യണം? കർത്താവ് പറഞ്ഞു, നീ നേരെ പോയി യുദ്ധം ചെയ്യണ്ട, പിന്നിലൂടെ ചെന്ന് ആക്രമിക്കുക. ദാവീദ് അതുപോലെ ചെയ്തു. ദാവീദ് വിജയം പ്രാപിച്ചു അല്ലേ? നമ്മൾ പലപ്പോഴും നമ്മളുടെ കോണ്ടാക്ട്സ്, നമ്മളുടെ സമ്പത്ത്, നമ്മളുടെ എക്സ്പീരിയൻസ് അതിലൊക്കെ ആശ്രയിച്ച് പല പയറ്റും നമ്മൾ പയറ്റി നോക്കി ഒന്നും നടക്കാതെ വരുമ്പോഴാണ് കർത്താവിനോട് ചോദിക്കുക, കർത്താവ് എന്ത് ചെയ്യും? ശുശ്രൂഷയിൽ പോലും നമ്മളുടെ അപ്പോൾ ഇവിടെ ദാവീദിനൊക്കെ നമ്മൾ ദൈവത്തോട് അതും തനിക്ക് സർവ്വസമൃദ്ധിയുള്ള സമയത്താണ് ദൈവത്തോട് ആലോചന ചോദിക്കുന്നത്. യേശു ക്രിസ്തു ഈ ലോകത്ത് ഒരു മനുഷ്യനായി ജന്മമെടുത്ത് നമ്മളെപ്പോലെ ഒരു യഥാർത്ഥ മനുഷ്യനായിട്ട് ജീവിച്ചതിൻ്റെ ഏറ്റവും വലിയ അടയാളമല്ലേ യേശുവിൻ്റെ വംശാവലി. യേശുവിൻ്റെ അപ്പൻ്റെ അപ്പനെക്കുറിച്ച് എല്ലാ ചരിത്രം വളരെ ഭംഗിയായിട്ട് വംശാവലിയിൽ എഴുതി വച്ചിരിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഈ ദാവീദിൻ്റെ പുത്രനായ യേശുവിൽ ഈ ദൈവികമായ എല്ലാ ക്വാളിറ്റിയും അടങ്ങിയിരുന്നു. ദാവീദ് രാജാവിനെ കുറിച്ച് നമ്മൾ ഇത്രയെല്ലാം ചിന്തിച്ചു അല്ലേ? 23-ാം സങ്കീർത്തനം ഞാൻ എല്ലാ ദിവസവും വായിക്കുന്നൊരു സങ്കീർത്തനം. 23-ാം സങ്കീർത്തനം 1, കർത്താവാണെൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. സഹോദര സഹോദരി, എന്നെയും നിങ്ങളെയും ദൈവത്തിൻ്റെ വലതുകരം കൊണ്ട് നിരന്തരം താങ്ങി നിർത്തുന്ന ഒരു സ്നേഹത്തിൻ്റെ, ഒരു സ്വാന്തനത്തിൻ്റെ, ഒരു അഭിഷേകത്തിൻ്റെ തൊടൽ എനിക്ക് അനുഭവിക്കാൻ പറ്റണം. അതായിരിക്കട്ടെ ദാവീദിന് ലഭിച്ച ഈ ഗുണഗണങ്ങൾ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ പ്രാവർത്തികമാക്കുമ്പോൾ ദാവീദിൻ്റെ പുത്രനായ യേശു എന്നെയും നമ്മളെല്ലാവരെയും കർത്താവ് രക്ഷിക്കും. കർത്താവിനെ നമ്മൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ യേശുപ്രവാചകൻ പറഞ്ഞതുപോലെ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.
ആമേൻ. കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയും നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. eldroyvision.uae@gmail.com. വിശ്വസ്നേഹത്തിൻ്റെ അമൃതം